നമസ്കാരം, എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങളിവിടെ ചെറിയൊരു തിരക്കിലാണ്. കുറച്ച് പച്ചക്കറി തൈകളൊക്കെ കിട്ടിയിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന്. അപ്പോൾ ശീതകാല പച്ചക്കറിയും അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തൊന്ന് കവറുകളൊക്കെ കുറച്ച് പുതിയ കവറുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ. അപ്പോൾ അതിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് എന്തൊക്കെ കൃഷികളാണെന്ന് ചെയ്യണേന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. കവറാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഈ ആശീർവാദിൻ്റെ 10 കിലോൻ്റെ കവറുകൾ അവിടെ ഇങ്ങനെ വന്നിട്ട് അവർ കുറേ അവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ നീളത്തിലുള്ള ഒരു കവറാണ്, 10 കിലോൻ്റെ കവറാണ്. അപ്പം അതിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് സുഖമല്ലല്ലോ. അപ്പം അതിൻ്റെ ഉള്ളിൽ ഞാൻ 2 ഭാഗത്തും ഇങ്ങനെ ഉള്ളിൽ 2 മൂലകളും തമ്മിൽ കൂട്ടി കെട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ നമ്മൾ കുറച്ച് കരിയിലകൾ ഇടാം. കരിയിലകൾ കുറച്ച് ഇടാം. മാവിൻ്റെയോ പ്ലാവിൻ്റെയോ അങ്ങനെ ഇലകളൊക്കെ കിട്ടില്ലേ, അതൊക്കെ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ട് ഇട്ട് അതിന് ശേഷം കുറച്ച് അതിൽ പൊട്ടി മിശ്രിതം നിറച്ച് വയ്ക്കുക. ഫുള്ളും നിറയ്ക്കണ്ട കേട്ടോ, കുറച്ച് നിറച്ചാൽ മതി. അതിൻ്റെ ഉള്ളിൽ മണ്ണും കരിയിലകളും പിന്നെ അതിൽ കമ്പോസ്റ്റും ചാണകപ്പൊടിയും ഒക്കെ കൂടി ചേർന്ന് വളമുള്ള മണ്ണാണ് അത്. ഞാനിതിപ്പോൾ കൈ കൊണ്ടാണ് ചെയ്യണത്. പക്ഷെ കൈ കൊണ്ട് ചെയ്യാൻ പാടില്ല എന്നറിയാം, പക്ഷെ എന്നാലും കൈ കൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ വല്ല ഗ്ലൗസോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ചെയ്തോളൂ കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്കിതിങ്ങനെ മടക്കി വയ്ക്കാം കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ചെടി വലുതാവണതിനനുസരിച്ച് കുറച്ചും കൂടി ഇതൊക്കെ വളങ്ങളും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അതിന് സ്ഥലം വേണ്ടേ. നമുക്കിത് ഇങ്ങനെ തുറന്ന് കൊടുക്കാം. ഇപ്പം നമുക്ക് അത്രയും സ്ഥലം വേണ്ടല്ലോ. അപ്പം നമ്മളത് ഇങ്ങനെ മടക്കി ഇങ്ങനെ ഇടാം. എന്നിട്ട് അതിൽ ചെടി കുഴിച്ചിടാം കേട്ടോ. ചെടിയുടെ വളർച്ചയൊക്കെ നമുക്ക് ഇടയ്ക്ക് കാണിച്ച് തരാം. ഞങ്ങൾ കവറുകളൊക്കെ ഇത്ര നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ചെടികളൊക്കെ നിറച്ച് വയ്ക്കണം. ഇതിപ്പോൾ ഇന്നലെ കിട്ടിയതാണ് പഞ്ചായത്തിൽ നിന്ന്. അപ്പോൾ ഈ കവറുകൾ കിട്ടാൻ നേരം വൈകിയാലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഞാൻ ഒരു ഗ്ലാസ്സുകളിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നടാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ നടാൻ പോകട്ടോ. കോളിഫ്ലവറിൻ്റെ തൈയാണ് കോളിഫ്ലവർ. പിന്നെ നമുക്ക് വഴുതനയും തക്കാളിയും മുളകൊക്കെ ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം അത് ഇപ്പം അതിന് വളർച്ചയുണ്ട് കേട്ടോ, നല്ല വളർച്ച. നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും ഞങ്ങളുടെ കൃഷികളും ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.